പി ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അന്ത്യകർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതിൽ നിന്നും നേരത്തെയാണിപ്പോൾ സംസ്കാര ചടങ്ങ് നടത്തുന്നത്. കുടുംബത്തിൻ്റെ തീരുമാനം അതായിരുന്നു. രാവിലെ ചേന്ദമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം ചേന്ദമംഗലം പാലിയം തറവാട് ശ്മശാനത്തിലാണിപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത്. അങ്ങനെ ഞാൻ രാത്രിയാണ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഭാവഗായകൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞത്. ഏറെക്കാലമായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ മലയാളികൾ അത്യന്തം വൈകാരികതയോടെയാണ് നോക്കിക്കണ്ടത്. എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് ഓമനിക്കുന്ന നിരവധി ജയചന്ദ്രൻ ഗാനങ്ങളുണ്ട്. മലയാളികളെല്ലാം അവരുടെ ഓരോ ജീവിത സന്ദർഭങ്ങളുമായി ചേർത്ത് ജയചന്ദ്രൻ്റെ പാട്ടുകളെ ഓർക്കാറുണ്ട്. അത്തരത്തിൽ തങ്ങൾക്കിടയിലുള്ള ഒരു ഗായകൻ, അങ്ങനെയാണ് ജയചന്ദ്രനെ കാണുന്നത് മലയാളി. യേശുദാസ് ഗാനഗന്ധർവനാണെങ്കിൽ തങ്ങളുടെ ഇടയിലെ ഗായകൻ, മനുഷ്യ ഗായകനായിരുന്നു ജയചന്ദ്രൻ എന്ന് പറയാം. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ, അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. കൃഷ്ണപ്രിയ ചേരുകയാണ്. കൃഷ്ണപ്രിയ, അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എപ്പോഴായിരിക്കും മൃതദേഹം ചിതയിൽ വയ്ക്കുക? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, അതുതന്നെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന ആചാരപ്രകാരമായ ചടങ്ങുകൾ തറവാടിനുള്ളിൽ വെച്ച് നടന്നിരുന്നു. ഇപ്പോൾ ഈ തറവാടിനോട് ചേർന്നുള്ള പിതൃസ്മൃതിയിലാണ് ഈ മൃതദേഹം കൊണ്ടുവന്ന ചിത ഒരു തന്നെ മൃതദേഹം. ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. അവിടെ നിന്നും കണക്ടിവിറ്റി പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. അന്ത്യകർമ്മങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയടക്കം കഴിഞ്ഞ ദിവസം അനുശോചനം അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ എല്ലാവരും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഗാനങ്ങൾ സമ്മാനിച്ചാണ് പി ജയചന്ദ്രൻ യാത്രയാകുന്നത്. കൃഷ്ണപ്രിയ, തുടരാം. ഉണ്ടായിരുന്നു. ആചാരപ്രകടമായ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തറവാടിനോട് ചേർന്നുള്ള പിതൃസ്മൃതിയിൽ ശ്മശാനമാണ്. തറവാട്ടിലെ മറ്റംഗങ്ങളെ എല്ലാം ഇവിടെ തന്നെയാണ് സംസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ്, അതിന്റെ പ്രധാന ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ജയചന്ദ്രനും മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകനും മണ്ണോട് ചേരാൻ പോകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ചിത ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ മൃതദേഹവുമുണ്ട്. ചെറിയ ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം മൃതദേഹം ചിതയിലേക്ക്
വെക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകും. ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അങ്ങനെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ, പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ അങ്ങനെ നിത്യതയിലേക്ക് മറയുകയാണ്. ഈ അദ്ദേഹത്തിന്റെ തറവാട് ഈ പാലിയം, ചേന്നമംഗലം പാലിയം തറവാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാലമൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹം കളിച്ചു വളർന്ന അല്ലെങ്കിൽ ബാല്യം ചെലവിട്ട ഈ തറവാട്ടിൽ നിന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു. കുടുംബാംഗങ്ങളെയൊക്കെ ആ ഒരു ആഗ്രഹം അറിയിച്ചിരുന്നു. അതിന്റെ ബാക്കിയായാണ് ഇപ്പോൾ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ചിത ഒരുങ്ങുന്നത്. പല പ്രമുഖരും ഈ നാട്ടിലുള്ള ചേന്നമംഗലത്തെ പ്രധാന നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ ജനസാഗരമായിരുന്നു, ഇവിടെ ജനസഞ്ചയമായിരുന്നു. അങ്ങനെ തന്നെ അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഒരുപാട് പേരാണ് എത്തിയിരുന്നത്. പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അതായത് നമുക്കറിയാം അദ്ദേഹം അസുഖബാധിതനായാണ് മരിക്കുന്നത്. 2 ദിവസമായി അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഈ ഒരു പൊതുദർശനം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഔചിത്യമില്ല എന്ന് മനസ്സിലാക്കിയ കുടുംബം വളരെ വേഗം, അതായത് ഉച്ചയോട് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് പൊതുദർശനം ഒഴിവാക്കി അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ മാത്രം ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകാനൊരു സൗകര്യം കുടുംബം ചെയ്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന 3:30 നിന്നും മാറ്റി ഇപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നതിന് വെച്ചാണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ അടക്കം നൽകിക്കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പ്രമുഖരാണ് ഇവിടെ രാവിലെ മുതൽ എത്തിയിരുന്നത്. മന്ത്രിമാരായ ആർ ബിന്ദു, എം ബി രാജേഷ്, സജി ചെറിയാൻ അടക്കമുള്ളവർ എത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ ബിജുപാൽ, ശ്രീകാന്ത് മുരളി, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. അക്കാദമിയിലെ പൊതുദർശനത്തിനടക്കം ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സഹോദര തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ മൺമറഞ്ഞു പോയിരിക്കുന്നത്. അതിൽ അദ്ദേഹം എത്രത്തോളം വിഷമിച്ചിരുന്നു എന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അദ്ദേഹം ഇന്നും ഈ പാലിയത്ത് തറവാട്ടില് അവസാനമായി ജയചന്ദ്രൻ എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാനായി ശ്രീകുമാരൻ തമ്പി അടക്കം എത്തിയിരുന്നു. അങ്ങനെ നിരവധി പ്രമുഖരാണ് ഈ പാലിയത്ത് തറവാട്ടിലേക്ക് ജയചന്ദ്രനെ അവസാനമായി കാണാനായി എത്തിയിരിക്കുന്നത്. നാട്ടുകാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും അവരുടെ പ്രിയപ്പെട്ട ജയേട്ടൻ അവസാനമായി കാണുകയാണ് അവര്. രാവിലെ മുതൽ തന്നെ നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം പി ജയചന്ദ്രൻ മലയാള സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകൾ അത് എത്ര പറഞ്ഞാലും ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ ജീവൻ മാത്രമാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ, മികച്ച ഒരുപിടി ഗാനങ്ങൾ, ഒരുപിടി എന്നല്ല, നമുക്കറിയാം ഈ 6 പതിറ്റാണ്ട് കൊണ്ട് അദ്ദേഹം പാടി തീർത്തു വെച്ചത് 16,000-ഓളം പാട്ടുകളാണ്. അത് എന്നും മലയാളികളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. ആ പാട്ടുകൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ മൃതദേഹം ശിവയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് സംസ്കാര ശുശ്രൂഷകൾ കൂടി പൂർത്തിയാകും. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി, പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ കൂടി പൂർത്തിയാകുന്നതോടെ ചിതയ്ക്ക് തീ കൊളുത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അധിക നേരം എടുക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ജയചന്ദ്രന്റെ സംഭാവനകൾ, അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ എത്രയോ പാട്ടുകൾ മലയാളി ഓരോ ദിവസവും കേട്ടുകൊണ്ടിരുന്ന പല പാട്ടുകളും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല പാട്ടുകളും അത് ജയചന്ദ്രന്റേതാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു പാട്ടുകൾക്ക് നൽകുന്ന ഭാവം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാവഗായകനെന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓരോ വരികളിലും ഓരോ വാക്കുകളിലും അദ്ദേഹം നൽകുന്ന ഭാവം, അത് പ്രണയമാവട്ടെ, വിരഹമാവട്ടെ, ദുഃഖമാവട്ടെ, അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ഭാവം, അതുകൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും ഇന്നും നമ്മൾ ഓർത്തോർത്ത് പാടുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് ഗാനങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിലാണെങ്കിൽ കൂടിയും മഞ്ഞളിൽ മുങ്ങിത്തോർത്തി, അതുപോലെ തന്നെ നിരവധി ഗാനങ്ങൾ, ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ച പി ജയചന്ദ്രൻ ഇന്ന് മലയാളികളെ അല്ലെങ്കിൽ ലോകത്തെ വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് ഇനി നമുക്ക് ഓർമ്മ. ആ ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കുമെന്ന്
നമുക്ക് നിസ്സംശയം പറയാനായി സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പറവൂര്, ഈ ചേന്നമംഗലം പൈതൃക ഗ്രാമമാണ്, ഇവിടെ തന്നെ ഒരു സ്മാരകം ഉടൻ പണിയുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഉറപ്പുകൂടി അല്പം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട വേളയിലാണ് അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്. ജയചന്ദ്രനെ പോലെയുള്ള അതുല്യരായ ഒരു ഗായകൻ, അവരുടെ ഈ പറവൂരിൽ നിന്ന് ജനിച്ചു വളർന്ന ഗായകൻ, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇവിടെ ഒരു സ്മാരകം പണിയുമെന്ന് അദ്ദേഹം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയിരുന്നു. ഇതിനു വേണ്ടിയ കാര്യങ്ങൾ സർക്കാരുമായി കൂടിയാലോചിച്ച് ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പ് പറയുകയാണ്. അങ്ങനെ മലയാളികളെ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ മലയാളികളെ വിട്ടുപോകുന്ന ഗായകൻ പി ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ അവസാന കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മൃതദേഹം മൂടി ചുവന്ന പട്ടുടുപ്പിച്ച മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം മണ്ണോടലിയുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു അതിവികാരമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ഇപ്പോൾ ഈ ചിതയ്ക്ക് ചുറ്റും ഉള്ളത്. മറ്റ് ആൾക്കാരെ ഒന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം, നിരവധി ആൾക്കാരാണ് രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ കണ്ട് കൊതി തീരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. വിടുമ്പലോടെ മൃതദേഹം ഒരു നോക്ക് കണ്ട് വിടുമ്പലോടെ ഇപ്പോൾ ഇതോടെ ഉണർന്നിരുന്നു. Listen.